CMRL എക്സാലോജിക് ഇടപാടിൽ EDക്ക് അന്വേഷണം തുടരാം എന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റേത് എക്സാലോജിക് CMRL ഇടപാട് കേസ് റദ്ദാക്കണം, അന്വേഷണം തടയണം EDയുടേത് എന്നതായിരുന്നു CMRL അതിൻ്റെ ആവശ്യം. അത് SFIO പോലുള്ള അന്വേഷണ സംവിധാനങ്ങൾ അവിടെ മറ്റൊരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ അധികാര പരിധി വിട്ടാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത് എന്നതായിരുന്നു CMRLൻ്റെ കോടതിക്ക് മുമ്പാകെയുള്ള വാദം. ഇത് നേരത്തെ സിംഗിൾ ബെഞ്ച് അക്കാര്യത്തിൽ അന്വേഷണം തുടരാം, പ്രാഥമിക ഘട്ടത്തിൽ കോടതി ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും എനിക്ക് തോന്നുന്നു EDക്ക് അന്വേഷണം തുടരാം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതി ഇടപെട്ട് ഈ അന്വേഷണത്തെ തടയേണ്ടതില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കേരളത്തിലെ രാഷ്ട്രീയമായിട്ടും മറ്റ് നിയമപരമായിട്ടും വലിയ ചലനങ്ങളും ചർച്ചകൾക്കുമൊക്കെ കാരണമായ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം CPIM പ്രതിപക്ഷത്തായതിനു ശേഷം ആദ്യ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സമരവും മറ്റുമായിട്ട് മാറിയ ഈ CMRL എക്സാലോജിക് വിഷയത്തിൽ ആ ഇടപാട് കേസ് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കരുത് എന്ന CMRLൻ്റെ നിലപാട് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. CMRLന് ആ നിലക്ക് തിരിച്ചടിയാണ്. ഷബ്ന വിശദാംശങ്ങളുമായിട്ട് ചേരും. ഷബ്ന, എന്താണ് വിവരങ്ങൾ? സനീഷ്, ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ EDയുടെ അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. CMRL നടത്തിയ വാദങ്ങളെല്ലാം ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നു. കാരണം ഒരു FIR പോലും ഇല്ലാതെയാണ് ED അന്വേഷണത്തിന് മുതിർന്നത് എന്ന വാദമായിരുന്നു CMRL പ്രധാനമായും ഉയർത്തിയത്. എന്നാൽ FIR ഇല്ല എന്നതുകൊണ്ട് മാത്രം ഒരു കള്ളപ്പണ ഇടപാട് നടന്നോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ അതിന് EDക്ക് അധികാരമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നു. EDക്ക് നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ അപാകതയില്ല, അതിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നു. CMRL കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ FIR ഇല്ലാതെ അന്വേഷണം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട് കേസിലേക്ക് പോയിട്ടില്ല, മറ്റൊരു പരാതി ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ 2024 ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയാണ് ED ചെയ്തത്. ഈ ECIR റദ്ദാക്കണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് അത്തരത്തിൽ റദ്ദാക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റ് ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണമുണ്ടെങ്കിൽ, വാദമുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ECIR റദ്ദാക്കേണ്ട സാഹചര്യമില്ല. കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ആരോപണം നിലനിൽക്കുന്നു. ഈ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ അത്തരം ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ EDക്ക് അധികാരമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനർത്ഥം ഇനി ED CMRL അടക്കമുള്ള മറ്റ് പ്രതികൾക്ക് എതിരെയുള്ള അന്വേഷണവും മറ്റ് തുടർ നടപടികളും തുടരാം എന്ന് തന്നെയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഈ കേസ് എത്തിയപ്പോഴും CMRL ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. അന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് പ്രാഥമികമായ ഘട്ടത്തിൽ മാത്രമാണ് EDയുടെ ഈ അന്വേഷണം, കാരണം സമൻസ് അയച്ചിട്ടുണ്ട് എന്നതായിരുന്നു. സമൻസ് ചോദ്യം ചെയ്തായിരുന്നു CMRL കോടതിയെ സമീപിച്ചത്. ഒരു സമൻസ് അയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമികമായ രേഖകൾ പരിശോധിക്കാനായി പ്രതികളെ വിളിച്ചു വരുത്തുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ എന്തിനാണ് ഈ അന്വേഷണം തടയുന്നത് എന്ന ചോദ്യം സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. കാരണം പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ECIR റദ്ദാക്കേണ്ട സാഹചര്യമില്ല, സമൻസ് റദ്ദാക്കേണ്ട സാഹചര്യമില്ല. പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതിനുള്ള മറുപടികൾ അവർക്ക് നൽകാം. ഈ കോടതി ഈ വാദത്തിനിടെ, അതായത് ഈ ഡിവിഷൻ ബെഞ്ച് വാദത്തിനിടെ പറഞ്ഞതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. കാരണം ഈ കേസിൽ എന്തുകൊണ്ട് ഇതിൽ അന്വേഷണത്തിന് വിധേയരായിക്കൂടാ, ഇത്തരത്തിൽ മറ്റ് തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുറ്റമില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന ചോദ്യവും ഡിവിഷൻ ബെഞ്ച് ഈ കേസിൻ്റെ വാദം നടക്കുന്നതിന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാമായിരുന്നു ഇതിൽ ഡിവിഷൻ ബെഞ്ചും അന്വേഷണത്തിന് ഉത്തരവിടും, അല്ലെങ്കിൽ ആ രീതിയിൽ EDക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാകാം ഇന്നിപ്പോൾ കൊച്ചിയിൽ EDയുടെ ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും തുടർ നടപടികൾ ആലോചിക്കാനായി എത്തുകയും ചെയ്ത് ഹൈക്കോടതി വിധി ഇന്ന് രാവിലെ 10:15 വരും എന്നറിഞ്ഞതോടുകൂടിയേ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തിയതും. തുടർ നടപടികൾ വിശദമായി പ്ലാൻ ചെയ്യാൻ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ നീക്കവും. അത്തരത്തിൽ EDയുടെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞതും ഇത് കൃത്യമായി അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇല്ലാത്തൊരു സേവനത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ പണം നൽകി എന്ന് പറയുന്നത്. 1.7 കോടി നൽകി എന്നാണ് പറയുന്നത്. ഈ പണം എന്തിന് ചിലവഴിച്ചു എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇത് കള്ളപ്പണ ഇടപാടാണോ നടന്നത് എന്നാണ് ED പരിശോധിക്കുന്നത്. 2023 ജനുവരിയിലാണ് ആദായ നികുതി ഇന്റർ സെറ്റിൽമെൻറ്റ് ബോർഡാണ് ഇത്തരത്തിലുള്ള ഒരു തിരിമറി അല്ലെങ്കിൽ ഒരു രേഖകളിൽ ഒരു കൃത്രിമം കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയത്.
പിന്നീട് 2024 ഫെബ്രുവരിയിൽ SFIO അന്വേഷണം നടത്തുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIO അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അതിനുശേഷമാണ് ED ഈ കേസിലേക്ക് വരുന്നത്. ഈ SFIOയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ ED ഇത്തരം ഒരു ഇടപെടൽ നടത്തി. ഈ CMRL പറയുന്നത് അന്ന് മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ പോലീസോ വിജിലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഏജൻസികളോ FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല, മറ്റ് ഏജൻസികൾ അന്വേഷണം നടത്തുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ED അന്ന് വാദമുന്നയിച്ചത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ വാദമുന്നയിച്ചത് ഇതിൽ SFIO അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. SFIOയുടെ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. അത്തരമൊരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ED ഇതിൽ ഇടപെട്ടത് എന്ന് ED വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിലാണ് ഈ പണം നൽകിയത് എന്ന് പറയുന്നു. എന്തിന് ഈ പണം നൽകി, എന്ത് സേവനമാണ് ഈ എക്സാലോജിക് കമ്പനി ഈ കരിമണൽ ഖനനം നടത്തുന്ന കമ്പനിക്ക് വേണ്ടി നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. അല്ലെങ്കിൽ ഈ പണം നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ വരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നത് എന്നായിരുന്നു EDയുടെ അഭിഭാഷകൻ വാദമുന്നയിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരാൻ തന്നെ കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഇനി അടുത്ത നടപടികളിലേക്ക് ED കടക്കും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കം റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇനി ഈ സമൻസ് ഈ ആദ്യ ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് സമൻസ് അയച്ചിരുന്നു. ഈ മുൻ മുഖ്യമന്ത്രിക്ക് അടക്കം സമൻസ് അയക്കുകയും മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കടക്കം സമൻസ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി ഈ സമൻസ് പ്രകാരം ഓരോരുത്തരെയായി വിളിപ്പിക്കുന്ന നടപടിയിലേക്കായിരിക്കും ED അടുത്ത ഘട്ടത്തിൽ കടക്കുക. ഏതായാലും അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ നിന്ന് EDക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം. അതിനുള്ള അനുമതിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നിന്നാണെങ്കിലും ഈ ഒരു തരത്തിലുള്ള നിലപാട് തന്നെയായിരുന്നു. പ്രാഥമികമായ ഘട്ടത്തിൽ തങ്ങൾ കോടതി ഇടപെടേണ്ടുന്ന സാഹചര്യമില്ല, തടയേണ്ടുന്ന സാഹചര്യമില്ല എന്ന നിലപാടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഉണ്ടായിരുന്നത്. ഇന്നും അതേ സമാനമായിട്ടുള്ള നിലപാടുണ്ടായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണല്ലോ. ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ട് അതിനകത്ത് സ്വന്തം നിരപരാധിത്വം തെളിയിച്ചാൽ പോരെ എന്ന മറ്റുള്ള പരാമർശം നേരത്തെ തന്നെ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിധി പ്രതീക്ഷിച്ചിരുന്നു ആ മേഖലയെ ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം തന്നെയും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. ഇന്നലെ ഡൽഹിയിൽ നിന്നടക്കം ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ വിധി ഇന്നുണ്ടാകും എന്നത് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് അവർ കോടതിയിലേക്ക് വന്ന് യോഗം ചേരാൻ തീരുമാനിച്ചത്. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇനി അങ്ങോട്ട് അന്വേഷണം എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് പോകും. ഇത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ് എന്നതുകൊണ്ട് അങ്ങേയറ്റം പ്രാധാന്യം രാഷ്ട്രീയമായിട്ടും മറ്റും ഈ കേസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വലിയ രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധയോടെ ആയിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്ത് ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഒരു അന്വേഷണമായിട്ട് ED അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ കേസിലെ ഒരു പരാമർശിത കക്ഷിയായിട്ടുള്ള വീണ തൈക്കണ്ടിലിൻ്റെ വീട്ടിലേക്ക്, അവിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്നത്, അവിടേക്ക് ഈ ED ഉദ്യോഗസ്ഥർ റെയ്ഡിനായിട്ട് വരികയും അത് വലിയ ബഹളത്തിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. അതിൽ പ്രതികൾ പലരും ഇപ്പോൾ കസ്റ്റഡിയിലൊക്കെയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതുമുണ്ട്. തന്നോട് ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ്താവന പൊതുവിൽ കേരളത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനല്ല, അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിലേക്ക് നേരെയാണ് തങ്ങളുടെ അന്വേഷണം പോകുന്നത് എന്ന് സ്ഥാപിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇനി എളുപ്പവുമാണ്. ആ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഷബ്ന, ഇതിപ്പോൾ എങ്ങനെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച് ഷബ്ന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഇന്നത്തെ യോഗത്തിന് ശേഷം അങ്ങനെ ഒരു ആലോചനകൾ നടത്തിയതിന് ശേഷം സമൻസ് കൊടുക്കുകയും നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് അടക്കുകയായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് കക്ഷികളിലേക്കൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ SFIOക്ക് വീണ തൈക്കണ്ടിയിൽ കൊടുത്ത മൊഴിയൊക്കെ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വെച്ചുള്ളൊരു മൊഴിയെടുപ്പായിരിക്കും. അക്കാര്യങ്ങളിലെ വസ്തുതകൾ കൂടെ ചൂണ്ടിക്കാട്ടിയൊക്കെ ആയിരിക്കുമല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വാഭാവികമായിട്ടും അവരുടെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്ലീൻ ചിറ്റാണ് കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ നിലക്കായിരിക്കും ഇനി അവരുടെ നീക്കം മുന്നോട്ടല്ലേ? തീർച്ചയായും. കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനൊരു ചട്ടക്കൂടുണ്ട്. കാരണം ഈ PMLA പ്രകാരം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. സാധാരണ വിജിലൻസോ അല്ലെങ്കിൽ പോലീസോ അന്വേഷിക്കുന്നത് പോലെ മറ്റ് തലത്തിലേക്ക് അന്വേഷണത്തിന് പോകാൻ പറ്റില്ല. ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ നടന്നോ എന്നതാണ്. ഇപ്പോൾ ഈ CMRL ഉന്നയിച്ചിരുന്ന ഒരു വാദം PMLAയുടെ ഷെഡ്യൂൾഡ് ഒഫൻസിൽ പെട്ട ഒരു ഒഫൻസ് അല്ല ഇത് എന്നതായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷെഡ്യൂൾഡ് ഒഫൻസിലേക്ക് ഇത് വന്നിട്ടില്ല. ഈ CMRL എക്സാലോജിക് കേസ് അത്തരം
ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് അല്ല എന്ന്. ഇപ്പോൾ കോടതി അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ ഷെഡ്യൂൾഡ് ഒഫൻസ് അതിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് വിചാരിച്ച് ഇതിൽ അന്വേഷണം നടത്താതിരിക്കേണ്ട സാഹചര്യമില്ല, ഇതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അത് പ്രകാരം ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പരിധിയിൽ ഇത് വന്നോ, ഈ എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRലുമായി നടത്തിയിട്ടുള്ള ഇടപാട്, അതിൽ കൈമാറിയിട്ടുള്ള പണം ഏതെങ്കിലും തരത്തിൽ മണി ലോണ്ടറിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്ന ഒരു അന്വേഷണം മാത്രമായിരിക്കും ഒരുപക്ഷെ ED അന്വേഷിക്കുക. അവരുടെ അധികാര പരിധിയും അത് മാത്രമാണ്. കാരണം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ഈ പണത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഈ പണം ചെലവഴിച്ചത്, പണം വന്ന സോഴ്സ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ED അന്വേഷിക്കുന്നത്. ഇവർ പ്രധാനമായി ഈ കേസിൽ ഉന്നയിക്കുന്നത് തന്നെ ഈ കരിമണൽ കമ്പനിയുടെ പ്രവർത്തനത്തിന് സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ഈ മകളുടെ കമ്പനിക്ക് പണം നൽകി എന്നതാണ്. അങ്ങനെ പറയുമ്പോൾ പോലും ഈ എക്സാലോജിക് കമ്പനിക്ക് 1.7 കോടി നൽകി എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇത്തരത്തിൽ പണം നൽകിയതായി ഈ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുണ്ടായിരുന്നു. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണം പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ED സമൻസ് അയച്ചിട്ടുള്ളത് ഈ CMRL, അതോടൊപ്പം തന്നെ എക്സാലോജിക് കമ്പനിയുടെ ഉടമയായ വീണ, അവർക്കൊക്കെയാണ് സമൻസ് അയച്ചിട്ടുള്ളത്. ഈ സമൻസുകളാണ് കോടതിയിൽ ചോദ്യം ചെയ്തതും. ഈ സമൻസുകളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് തടയണം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്ത് റദ്ദാക്കണം തുടങ്ങിയ ആവശ്യമാണ് ഉന്നയിച്ചത്. അതാണ് ഇപ്പോൾ കോടതി അനുവദിക്കാതിരുന്നത്. ഇനി മറ്റ് ആളുകളിലേക്കൊക്കെ ഈ പണം കൈപ്പറ്റിയ ആളുകളൊക്കെ ഈ പരിധിയിലാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുമോ എന്നറിയില്ല. ഏതായാലും പ്രാഥമികമായി ED അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ED അന്വേഷിക്കുന്നത് ഈ എക്സാലോജിക് ഇടപാട് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ED പറയുന്ന കാരണം തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുള്ളത് ഈ കമ്പനിയാണ്. 1.7 കോടി കൈപ്പറ്റിയിട്ടുണ്ട്. ഒരു സേവനവും നൽകിയിട്ടില്ല. IT സേവനം എന്ന് പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ സേവനം നൽകിയതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പണത്തിൻ്റെ സോഴ്സ് കണ്ടെത്തണം. ഈ കരിമണൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഈ പണം നൽകിയത് എന്ന ആരോപണം നിലനിൽക്കുന്നു എന്നൊരു വാദമാണ് ED ഉന്നയിക്കുന്നത്. ശരി, ആ നിലക്ക് വലിയ ശക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെ, തുടർ അന്വേഷണത്തിലേക്ക് പോകാൻ EDക്ക് ഊർജ്ജം നൽകുന്ന നിലപാട് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു.